യുദ്ധത്തിന്റെ പേരിൽ ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയിൽ കടുത്ത വിമർശനമുണ്ട്. അതെ. അപ്പോൾ ഇറാനും സൗദിക്കും ഇടയിൽ കുടുങ്ങി പാകിസ്ഥാൻ, യുദ്ധത്തെ ഗൗരവത്തോടെ വീക്ഷിച്ച് ഇന്ത്യ എന്ന് പറയുമ്പോൾ ജെയിംസ് സാറെ, ഇപ്പോൾ ഈ പറയുന്നത് പോലെ അമേരിക്കയിൽ കടുത്ത വിമർശനമുണ്ട്. ഒപ്പം തന്നെ ഈ ക്രൂഡ് വിലക്കയറ്റത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇഫ് ദൈ റൈസ് ഐ ആം നോട്ട് കൺസേൺഡ് അബൌട്ട് ദാറ്റ്. ഞാനതിൽ സീറോ കൺസിഡറേഷൻ ആണ് കൊടുക്കുന്നത്, ഉയരട്ടെ, അതൊരു താൽക്കാലിക പ്രതിഭാസം. ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ അമേരിക്കയിൽ ഏത് രീതിയിലാണ് കാണുന്നത്? ക്രിസ്റ്റീന, ഹാഷ്മി, ഇത് വല്ലാത്തൊരു ലെവലിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ മൊയ്താബ ഖമേനി അദ്ദേഹം ഒരു ലൈറ്റ് വെയ്റ്റ് ആണ് എന്നുള്ളതാണ്. ഇസ്രായേൽ പറഞ്ഞത് പുതിയ പിൻഗാമി വന്നാൽ അയാളെ ഞങ്ങൾ വധിക്കും. ഇതുവരെ നേരത്തെ മൊയ്താബ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, പക്ഷെ അതിന് സ്ഥിരീകരണമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നൊരു സ്ഥിരീകരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൊയ്താബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ പുതിയ നേതാവിൻ്റെ കീഴിൽ നടത്തുന്ന ആദ്യത്തെ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയിൽ കടുത്ത വിമർശനമാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും റിപ്പബ്ലിക് പാർട്ടിയിൽ നിന്നും വിമർശനമുണ്ട്. അവിടെ സെനറ്റിലൊക്കെ അദ്ദേഹത്തിന് നേരിയ ഭൂരിപക്ഷത്തിന് പാസ്സായെങ്കിലും ജനങ്ങൾക്കിടയിൽ ഇത് വേണ്ടാത്ത വിളിച്ചു വരുത്തിയ ഒരു യുദ്ധമാണ് എന്നുള്ള ആക്ഷേപമാണുള്ളത്. ഇറാഖിൽ സംഭവിച്ചതുപോലെ അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചതുപോലെയുള്ള തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. ഈ എണ്ണയുടെ വില കൂടുന്നു, അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നു, 8 പേരായി എന്ന് പറയുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ. ഇനി അത് കൂടുതൽ കൂടാൻ സാധ്യതയുണ്ട്. കരയുദ്ധം നടത്തുമെന്ന് ട്രംപൊക്കെ പറയുന്നുണ്ടെങ്കിലും കരയുദ്ധത്തിന് ട്രംപ് തയ്യാറാവാത്തത് 6-8 ലക്ഷം ഉള്ള ഇറാനീസ് ആർമിയെ നേരിടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കരയുദ്ധത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിനിടയിലാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പല സ്ഥലങ്ങളിലും ആക്രമണം നടക്കുന്നതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. UAE, കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ അടക്കമുള്ള ഒമാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ആക്രമണം. പുതിയ നേതാവ് വന്നതിൻ്റെ പേരിൽ തീവ്ര നിലപാടുകാർ ഇറാനിൽ നേതൃത്വം ഏറ്റെടുത്തതിൻ്റെ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനിടയിൽ പാകിസ്ഥാൻ വല്ലാത്തൊരു കുരുക്കിൽ വന്ന് പെട്ടിരിക്കുകയാണ് ഹാഷ്മി. പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ഒരു സൈനിക കരാറിൽ ഒപ്പിട്ടിരുന്നു. ഇന്ത്യയെ വീഴ്ത്താൻ വേണ്ടിയാണ് ചെയ്തത്. പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചാൽ സൗദി അറേബ്യ പാകിസ്ഥാന് വേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ എവിടെ നിൽക്കും? ഇറാൻ അതിർത്തി 900 കിലോമീറ്റർ അതിർത്തിയുണ്ട് പാകിസ്ഥാൻ്റെ ഒരു ഭാഗത്ത് ഇറാൻ, മറുഭാഗത്ത് സൗദിക്ക് സൈനികമായ പിന്തുണ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സൗദി ആക്രമിച്ചാൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് തുല്യമായി കണ്ട് ആക്രമിക്കണം. വല്ലാത്തൊരു ട്രാപ്പിൽ കിടക്കുകയാണ്. അതിനിടയിൽ ഇന്ത്യ വളരെ സൂക്ഷ്മതയോടെയാണ് കാര്യങ്ങൾ കാണുന്നത്. നമ്മൾ പ്രധാനമായിട്ട് ഇറാൻ കപ്പലിന് അഭയം കൊടുത്തിരിക്കുന്നത് ഇറാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ സുഗമമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്ക അത്ര തൃപ്തിയിലല്ല. ഇന്ത്യയും ശ്രീലങ്കയും ഇറാൻ ആയിട്ട് ബന്ധപ്പെട്ട യുദ്ധക്കപ്പലുകൾക്ക് അഭയം നൽകുന്നു എന്നുള്ളത് വല്ലാത്ത രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നുണ്ട്. അമേരിക്കയ്ക്ക് അതൃപ്തിയുണ്ട്. പക്ഷേ നമ്മുടെ അഭയം തേടി വന്നവരെ ത്യജിക്കുക എന്നുള്ളൊരു നിലപാട് ഇന്ത്യക്കില്ല. ഹാഷ്മി, ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.